ദൈവത്തിന് സ്തുതി. പ്രഭാതകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2170. ഇന്ന് ഡിസംബർ മാസം 9-ാം തീയതി 343-ാമത്തെ ദിവസത്തിലെത്തി. കർത്താവിന് വഴിയൊരുക്കുന്ന ശുശ്രൂഷയായിരുന്നു യോഹന്നാൻ മാബ്ദാനു വേണ്ടി ദൈവം കരുതി വെച്ചത്. ആ നിയോഗത്തിലേക്ക് വിളിച്ച് വന്ന് വേർതിരിക്കപ്പെട്ട ആളാണ്. കാലം തികഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, മശിക ആഗതനാകുക, അങ്ങനെ പറഞ്ഞാണല്ലോ തൻ്റെ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നത്. എന്നേക്കാൾ ബലവാനായവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അവന് നിങ്ങൾ ചെവി കൊടുപ്പിനെന്ന് പഠിപ്പിച്ചു. ഇതിനിടയിൽ നീ മെസ്സിഹ ആണോ എന്ന് ചോദിച്ചവരോട് ഞാൻ മെസ്സിഹ അല്ല എന്ന് പറയാനായിട്ട് ധൈര്യമുണ്ടായി. വഴിയൊരുക്കുവാൻ മാത്രം വന്നവനാണെന്ന് അറിയിച്ചു. പിന്നാലെ വരുന്ന ആ ബലവാന്റെ കാലിലെ ചെരുപ്പിന്റെ വാറ് തൊടാൻ പോലും യോഗ്യതയില്ല എന്നും പറഞ്ഞ് ഏറെ വിനയോന്വിതനായി. യോഹന്നാൻ മാബ്ദാനെ കുറിച്ച് നമുക്കെന്ത് ധാരണയാണുള്ളത്? ശരിക്കും അദ്ദേഹം പറഞ്ഞിരുന്നു അവന്റെ കൈവശം ഒരു വീശുമുറമുണ്ടെന്ന്. ആരുടെ കൈവശമാണ്? വരുവാനുള്ളവന്റെ കയ്യിലൊരു വീശുമുറമുണ്ടെന്നും നമ്മളെ പഠിപ്പിച്ചു. കാലം തികയുമ്പോൾ, സമയം ആഗതമാകുമ്പോൾ ഏതൊരാളെയും ആ വീശുമുറത്തിൽ ഒന്ന് പേറ്റിയെടുക്കുന്നുണ്ട്. പറന്നു പോകേണ്ട, ഉള്ളിൽ കനമൊന്നുമില്ലാത്ത, കരുത്തൊന്നുമില്ലാത്ത വെറും പതിരുകളായി നമ്മൾ മാറാനായിട്ട് ഏറെ സാധ്യതയുണ്ട്. കനമുള്ള, അളന്ന് ആ അറപ്പുരകളിൽ സൂക്ഷിക്കേണ്ട കതിരുകളായി മാറാനും സാധ്യതയുണ്ട്. ഏത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നതും ഏതിന്റെ പിന്നാലെ പോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ്, ആസ്പദമാക്കിയാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ ശബ്ദം വീണ്ടും മുഴങ്ങുന്നുണ്ട് കാതുകളിൽ. മാനസാന്തരത്തിന് തക്ക ഫലം കായ്പി വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ജനന പെരുന്നാളിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി, ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി എത്തിച്ചേരുമ്പോൾ അതൊരു ആഘോഷത്തിന്റെ ഒരു ദിനമായി, ഉത്സവത്തിന്റെ ദിനമായി മാത്രം മാറാതെ നമ്മളെ ഒന്ന് പാകപ്പെടുത്തുന്ന, ഒന്നും കൂടി ഒന്ന് പരുവപ്പെടുത്തുന്ന, കുറച്ചുകൂടി ജാഗ്രതയിൽ ആയിരിക്കാനും നിലനിൽക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ദിനമായി മാറട്ടെ. അങ്ങനെയാണ് അവനവന്റെ ജീവിതത്തെ കുറെ കൂടി ഗൗരവത്തിൽ കൈകാര്യം ചെയ്യാൻ, തമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യവും നിയോഗവും തിരിച്ചറിയാൻ. തല പോകുന്നു എങ്കിൽ പോലും അതിൽ നിന്ന് അണുവിട ചലിപ്പാതിരിപ്പാനായിട്ട്, വ്യതിചലിപ്പാതിരിപ്പാനായിട്ടൊക്കെ ഏതൊരാൾക്കും സാധിക്കണ്ടേ? അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്നും കൂടി ദിനം ഒരുക്കിയെടുക്കേണ്ടത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.